ഇച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. ആട്ടവിളക്കില്ല, ആട്ടും തുപ്പും മാത്രം. തിരശീലയില്ല, ശീലങ്ങളേ ഇല്ല. ഒറ്റ ഭാവം, അഹംഭാവം. ഭീഷണി, അധികാരം, ധിക്കാരം. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. ഇടിച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. കെട്ടുകഥ, കസേരകളി, കഥകളി. നമസ്തേ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കെട്ടിവച്ച കാശ് കിട്ടിയില്ലെങ്കിലും മത്സരിച്ച എല്ലാ സീറ്റിലും ഇടതു പാർട്ടികൾ കരുത്തു തെളിയിച്ചു. ആകെ വോട്ട് നോക്കുമ്പോൾ നോട്ടയ്ക്ക് പിന്നിലാണ് CPM-ൻ്റെയൊക്കെ സ്ഥാനം. പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ വോട്ടുകൾ പോലും പുറത്തു പോയോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യമാണ് കഷ്ടം. ഇനി ഡൽഹിയിൽ രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. വേണമെങ്കിൽ അടുത്ത വർഷം കെജ്രിവാളിനെ വയനാട്ടിൽ വന്ന് മത്സരിക്കാവുന്നതാണ്. പൊതുവെ അവിടെയൊക്കെ തോക്കുന്നവർ കഴിവ് തെളിയിക്കുന്ന സ്ഥലമാണല്ലോ വയനാട്. സ്വാഗതം കഥകളിയുടെ പുതിയൊരധ്യായത്തിലേക്ക്. കെട്ടുകഥ, കസേരകളി, കഥകളി. അടുത്ത വർഷമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ബാക്കി കാര്യങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാർ സെറ്റാണ്. 1ഉം 2ഉമല്ല 5ഉം 6ഉം പേരാണ് മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തുന്നി കാത്തിരിക്കുന്നത്. പറഞ്ഞത് കോൺഗ്രസിലെ മാത്രം കാര്യമാണ്. ഇനി ലീഗിന്റെ വക കൂടിയാകുമ്പോൾ പട്ടിക നീളാനും സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ ഇലക്ഷൻ വരാൻ പോവാണ്. ആ ഇലക്ഷൻ വരുമ്പോൾ നമുക്കൊരു പുതിയ ഫേസ്, ഒരു പുതിയ മുഖമല്ല സുധാകരേട്ടാ, മുഖങ്ങൾ. ഇപ്പോഴ് 9 വർഷം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായിട്ടുള്ള നേതാവ് ഒരു ഭാഗത്ത്. അല്ല, എൻ്റെ കാര്യങ്ങളാ. ഞാനൊരു പാവപ്പെട്ടവർക്ക് നാട്ടിൽ ഇപ്പം കുറേ കാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ച് നടക്കുന്ന ഒരാളാണ്. കൂട്ടിയാൽ മതി, ഞാൻ പാവം, എന്നെ വിട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നേതാവ് മറുഭാഗത്ത്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. പണ്ട് ഡൽഹിയിൽ നിന്ന് AK ആന്റണി നേരിട്ട് വന്നതുപോലെ നേരിട്ട് വരാൻ കാത്തിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് നേതാവ് മറുഭാഗത്ത്. സന്തോഷം, സമാധാനമായിട്ടിരിക്കെ. ഹിസ്റ്ററി വിൽ നോട്ട് റിപ്പീറ്റ് അഗെയിൻ. ചരിത്രം ഒരിക്കലും ഒരേപോലെ ആവർത്തിക്കപ്പെടില്ല. ചാൻസ് കിട്ടിയാൽ എനിക്കും താല്പര്യമുണ്ട് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് വേറൊരു ഭാഗത്ത്. ശശി തരൂരിനെ പോലുള്ള ആളുകളെല്ലാം മറുഭാഗത്ത് എപ്പോഴാണ് തഞ്ചം കിട്ടുക നോക്കി നിൽക്കുന്ന സ്ഥിതി. 1, 2, 3, 4, 5, 6 മുഖ്യമന്ത്രിമാരെ വെച്ച് തെരഞ്ഞെടുപ്പിന് 1.5 കൊല്ലം മുമ്പേ കോൺഗ്രസ് പോയാൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ എന്നുള്ളത് ജനങ്ങൾ കാണുകയാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രിയാവാനാണ്. ഒരു വർഷം കിട്ടിയാലല്ലേ മുഖ്യമന്ത്രിയാവേണ്ട കാര്യമുള്ളൂ. അത് കോൺഗ്രസ്സുകാർ മനസ്സിലായപ്പോഴാണ് അവർ പറഞ്ഞത് 3ാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കാനാവില്ല എന്ന് അസഹിഷ്ണുതയോടുകൂടി പറയുന്ന നില അവർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കേരളത്തിന്റെ ഒരു പൊതുവായ ചിത്രം എന്ന് പറയാൻ സാധിക്കും. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. ഇടതും വലതും എല്ലാം ചിലപ്പോ മാറി മാറി വന്നെന്നിരിക്കും. ഇന്ന് ഇതിലാണെങ്കിൽ നാളെ മറ്റതിലായിരിക്കും. അതായതിന്റെ ലക്ഷ്യം. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഗോവിന്ദൻ മാഷ് AI വിടാൻ ഭാവമില്ല. AI എങ്ങനെ കുത്തക മുതലാളിമാരുടെ ഉൽപാദന ഉപാധികൾ കൂട്ടുമെന്നതിനെ പറ്റിയുള്ള ഒരു താത്വിക അവലോകനമാണ് ഇനി. കുറച്ചൊക്കെ പുകയടിച്ച മൂടിലിരുന്നാലേ എന്തെങ്കിലുമൊക്കെ പിടികിട്ടും. ശരിക്കും കേട്ടാൽ തന്നെ മനസ്സിലാവില്ല, അവിടെ ശ്രദ്ധിച്ചു കേൾക്കും. ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞത് വളരെ ലളിതാണ്. അതായത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും അതിനർത്ഥം ധനികർ കൂടുതൽ ധനികരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി. മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് ലോകത്ത് മുതലാളിത്തത്തിന്റെ ആവിർഭാവഘട്ടം മുതൽ അതിന്റെ അന്ത്യം വരെ ഇതാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നതും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതും? സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? വെറുതെ യാദൃശികമായിട്ട് തലയെഴുത്തുകൊണ്ടുണ്ടാകുന്നതല്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലാണ്. ഉൽപാദനോപാധികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും
ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, അതറിയാലേ. ആയിക്കോട്ടെ. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിലാണ് അതിൻ്റെ മേലെ അധ്വാന ശക്തി ചെലുത്തി അധ്വാന ശക്തികൾ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന വർഗം പ്രവർത്തിക്കുന്നത്. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ പറയായിരുന്നു. ആ അധ്വാനിക്കുന്ന ശക്തികൾക്ക്, അതായത് തൊഴിലാളികൾക്ക് അധ്വാനത്തിൻ്റെ പ്രതിഫലം നൽകുന്നില്ല. എന്താ നൽകുന്നത്? അവർക്ക് നൽകുന്ന പ്രതിഫലത്തിൻ്റെ പേരുണ്ട്, എന്നാ കൂലി അല്ലെങ്കിൽ ശമ്പളം. ഇത് അധ്വാനത്തിൻ്റെ പ്രതിഫലമല്ല. അധ്വാനശേഷി വിനിയോഗിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന അധ്വാനശേഷിയെ തിരിച്ചു പിടിക്കാൻ മാർക്കറ്റിൽ നിന്ന് അവർ വാങ്ങുന്ന സാധന സാമഗ്രികളുടെ വിലയാണ്, അതാണ് കൂലി. അതുകൊണ്ടാണ് സാധന സാമഗ്രിയുടെ വില കൂടുന്നതിനനുസരിച്ച് എന്ത് DA. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്. തൊഴിലാളി വർഗത്തിന് കൂലി നൽകാതെ മുതലാളിത്ത സമൂഹം ഉൽപാദന ഉപാധികൾ സ്വരൂപിക്കുന്നതിന് AI-യുടെ ഉപയോഗം വഴിവെക്കുമെന്നാണ് മാഷ് പറയുന്നത്. അത് എന്താണ് സംഭവം എന്നൊന്നും ചോദിക്കരുത്. ഒരു പാർട്ടി ക്ലാസ്സിൽ ഇരിക്കുന്ന മൂഡിൽ കേൾക്കുക, അത്രമാത്രം. ക്ഷാമബത്ത അതല്ല ഇതിൻ്റെ ഭാഗമാണ്, കൂലിൻ്റെ ശമ്പളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അധ്വാനത്തിൻ്റെ പ്രതിഫലം നൽകാതെ ചൂഷണം നടത്തുന്നതിന് മുതലാളിത്തത്തിന് സ്വന്തം കയ്യിലുള്ള ഉൽപാദനോപാധികൾ ഉള്ളതുകൊണ്ടാണ് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സമ്പത്ത് അവരുടെ കയ്യിലേക്ക് തന്നെ കൂടുതൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാൽ AI വന്നാൽ എന്താ പ്രശ്നം? എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ പാർട്ടി ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഗോവിന്ദ ക്ലാസ് എടുക്കാണ്. ഞാനിങ്ങനെ അന്തപൂടാണ്. അത് കേട്ടിട്ട് ഈ കുട്ടികളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഇങ്ങനെ നിൽക്കലുകള് ഉള്ളാട്ടിക്കാണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും? കടിക്കുന്ന പട്ടിക്കാണെങ്കിൽ കൂടെ എന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇവന്മാര് AI വന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ, അത് കുത്തക മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ചൈനയ്ക്ക് പറയുന്നുണ്ട്, അത് സോഷ്യലിസത്തിന്റെ ആണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം, കേരളത്തിൽ ഉപയോഗിക്കാം, ഇന്ത്യയിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം, എനിക്ക് ഉപയോഗിക്കാം. അതിന് പ്രത്യേകമായ ചെലവില്ല, ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് വരിക. എനിക്കൊന്നേ പറയാനുള്ളൂ, കുടുംബത്തിന്റെ മാനം ചേട്ടൻ കളഞ്ഞു കുളിക്കരുത്. ജനീയ ചൈന ഇത് ഉപയോഗിക്കുന്നത് ഈ വളർച്ച, ഈ AI ഉൾപ്പെടെയുള്ളതിന്റെ വളർച്ച സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. കാരണം അവിടെ ഉൽപാദനോപാധികൾ ഗവൺമെന്റിന്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെയാണ് ഇത് എത്തുക. അപ്പോൾ പുതിയ രീതിയിൽ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള സൗകര്യം അതിൽ നിന്ന് ഭാഗം ഉണ്ടാവും. നേരെ മറിച്ച് മുതലാളിത്തത്തിന്റെ ഭാഗമാകുമ്പോൾ എന്താ ഉണ്ടാകുക? കുത്ത മുതലാളിയുടെ കയ്യിലാണ് ഉൽപാദനോപാധികളുള്ളത്, അതിന്റെ ഭാഗമാണ് AI ഉൾപ്പെടെയുള്ളത്, അല്ലേ? മിണ്ടരുത്, നീ മിണ്ടരുത്. എന്തൊക്കെയാ പറഞ്ഞത്? അതിന്റെ ഭാഗമായിട്ട് മിച്ചമൂല്യം കുമിഞ്ഞുകൂടി വരും. ഉള്ള ആളുകളുടെ തൊഴിൽ, അവർ തന്നെ പറയുന്നൊരു 60% തൊഴിൽ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് വരും. ഈ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മാർച്ച് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവതരിപ്പിച്ച് മാർക്സും എംഗൽസും പറഞ്ഞതുപോലെ ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രതിരോധം, ശക്തിയായ പോരാട്ടം ലോകവ്യാപകമായിട്ട് ഉയർന്നു വരുമെന്ന് അന്നേ പറഞ്ഞു. ആ പോരാട്ടത്തിൻ്റെ ശക്തി കൂട്ടുന്ന രീതിയിൽ AI കൂടി ഇറുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ജനങ്ങളുടെ ജീവിത നിലവാരം, അവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷിയില്ല, അവരുടെ കയ്യിൽ പണമില്ല, അവർക്ക് കൂലിയില്ല, അവർക്ക് ശമ്പളമില്ല, അങ്ങനെ ഒരു വലിയ ജനവിഭാഗം 60% ആളുകൾ വരുന്നുവെങ്കിൽ അതുണ്ടാക്കുന്ന പോരാട്ട വീര്യം സ്വാഭാവികമായി ഉണ്ടാകുന്ന സാമൂഹ്യ പരിവർത്തനത്തിലേക്കാണ് നയിക്കുക. ആ സാമൂഹ്യ പരിവർത്തനം മുതലാളിത്തത്തിൽ നിന്ന് ജനാധിപത്യ വിപ്ലവത്തിലേക്കും സോഷ്യലിസത്തിലേക്കുമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സത്യം, എനിക്കത് തോന്നാറുണ്ട്. എന്താ ഗോവിന്ദ മാഷ് പറഞ്ഞത്? ഇങ്ങനെ മൂത്ത് വന്നാൽ പിന്നെ മാർക്സിസത്തിന് എന്ത് പ്രസക്തി എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? അവിടെയും മാർക്സിസത്തിന് പ്രസക്തി ഉണ്ട്. എന്നിങ്ങനെ ആ ഉപയോഗിക്കുമ്പോൾ 60% ആളുകളുടെ ജോലി പോകും, അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും, കമ്പോളത്തിലെ ക്രിയാവിക്രയശേഷിയുടെ 60% കുറവുണ്ടാവും, മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും, ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും, അത് സോഷ്യലിസത്തേക്കുള്ള പാതയൊരുക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും, അത് മൗലിക മാറ്റത്തിന് കാരണമാകും. ഈ സാഹചര്യത്തിലാണ് മാർക്ക് സമ്പത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ 100-150 കൊല്ലം കഴിയുന്നു. ഞാൻ അത് കേട്ടിട്ട് കൈയടിച്ചല്ലേ പിന്നെ എന്താ അങ്ങനെ പറഞ്ഞു? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. മാർക്സത്തിന്റെ പ്രത്യേകത, മാർക്സും എംഗൽസും എഴുതി തയ്യാറാക്കി, അല്ലെങ്കിൽ ലെനിൻ ഉൾപ്പെടെ എഴുതി തയ്യാറാക്കി വെച്ച പുസ്തകത്തിന്റെ ഖണ്ഡികയനുസരിച്ചുള്ള പ്രയോഗമാണ് മാർക്സും മാർക്സിസ്റ്റ് പ്രയോഗമെന്നും കരുതേണ്ടതാണ്. ഞാൻ നിങ്ങളോട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ
ലോകത്തിൻ്റെ സർവതല സ്പർശിയായ മേഖലയിൽ രൂപപ്പെട്ടു വന്ന എല്ലാ ശാസ്ത്രങ്ങളെയും ശാസ്ത്ര സത്യങ്ങളെയും സാങ്കേതിക വിദ്യ ഉൾപ്പെടെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർസം. അപ്പോൾ മാർസത്തിൽ ഉൾക്കൊള്ളാതൊരു സാധനം AI അല്ല, AI ഉൾപ്പെടെ. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, ഞാൻ ഈ പറയുന്ന അപകടം സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത്രയേ ഉള്ളൂ. ഇന്നിനി മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ആറ്റം വിഭജിക്കാനാവില്ല എന്നായിരുന്നല്ലോ നമ്മൾ കണ്ടിരുന്നത് ശാസ്ത്രം പണ്ട്. പിന്നെ എന്തായി? വിഭജിക്കാമെന്ന് പറഞ്ഞു. വിഭജിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? ആറ്റം ബോംബുണ്ടായി. ആ ആറ്റം ബോംബ് എന്ത് ചെയ്തു? കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചു. ആരുപയോഗിച്ചു? ആ സാമ്രാജ്യത്തെ ഉപയോഗിച്ചു. ആ സാമ്രാജ്യത്തെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നാഗസാക്കിയും അതുപോലെ തന്നെ ഹിരോഷിമയും ഉണ്ടായത്. അതന്നെ ആ പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്തില്ലേ? ശാസ്ത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? ശാസ്ത്രം സാമ്രാജ്യത്വം ഉപയോഗിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ആറ്റം ബോംബിൻ്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ലാണ്ട് ശാസ്ത്രത്തിൽ തകരാറല്ല. ആ ശാസ്ത്രത്തെ CPIM അതിൻ്റെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അംഗീകരിക്കും. അതേപോലെ തന്നെ AI അംഗീകരിക്കും. കഞ്ചാവ് വലിച്ച് തലയ്ക്ക് പിടിച്ച് അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വന്ന ഇപ്പോൾ CPM സമ്മേളനങ്ങളിൽ കുട്ടികൾ ഉണ്ടാവുന്നതിനെ പറ്റിയൊക്കെയാണ് ചർച്ച. ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ എന്നാണ് മാഷ് പറയുന്നത്. അല്ലെങ്കിലും മാഷിന് സനാതന ധർമ്മം എന്ന് കേട്ടാൽ പണ്ടേ ഭ്രാന്താണ്. ഗോവിന്ദ മാഷ് ആയതുകൊണ്ട് സമ്മേളനത്തിൽ തിയറി മാത്രമേ ഉള്ളൂ. ശശി സഖാവോ ഗോപി സഖാവോ ഒക്കെ ആയിരുന്നെങ്കിൽ പ്രാക്ടിക്കലും കാണുമായിരുന്നു. ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് ഈ സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ ഞാൻ അത്രയും പറഞ്ഞു വെക്കുന്നുള്ളൂ. ബ്രാഹ്മണന്റെ മക്കൾ ബ്രാഹ്മണ യുവതിക്ക് ഉണ്ടാവുന്നതിനെ പറ്റിയല്ല, പുറത്ത്. മനസ്സിലായില്ലേ? അത് തന്നെ മഹത്തരമാണെന്ന് പറയുന്ന ഒരു സംസ്കാരം, ആർഷഭാരത സംസ്കാരം, അതിന് കൊടുക്കുന്ന പേര് സനാതന ധർമ്മം. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ. കഥകളിയിൽ ഒരു ഇടവേളയാണ്. സംസ്ഥാനത്തേക്ക് സ്വകാര്യ സർവകലാശാലകളെ മാടി വിളിക്കാനുള്ള പരിപാടിയിലാണ് പിണറായി സർക്കാർ. അതിനുള്ള ബില്ലുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇനിയെങ്ങാൻ ഈ സർക്കാർ മാറിയാൽ SFIക്കാരുടെ കാര്യമാണ് വലിയ കഷ്ടമാവുക. പണ്ട് കുട്ടി സഖാക്കൾ സമരം ചെയ്ത പലതും ഇന്ന് ഈ സർക്കാരിൻ്റെ പേരിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സമരം ചെയ്യണമെങ്കിൽ സഖാക്കൾക്ക് പുതിയ വഴി തേടേണ്ടി വരും. വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ അവസരമൊരുക്കി കൊടുക്കുകയല്ല, എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് നോക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. വെറും കച്ചവട മനസ്ഥിതിയോടെ സമീപിക്കുന്ന നില വരരുത്. അതിനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ടാവുക എന്താണ് പ്രധാനം. അതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്ക് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് കുതിക്കാൻ ഇന്നത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ പറ്റി നമുക്കറിയാം. ലക്ഷക്കണക്കിന് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം. ആ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി എങ്ങനെയാണ് ഇനിയും ഒരു മുന്നേറ്റം? പിന്നെ പഠിപ്പിച്ച് താൻ ഭരണം നടത്താൻ നോക്കണ്ട. ഭരണം നടത്തേ? എനിക്ക് എന്തറിയാം സഖാവേ ഭരണത്തെ പറ്റി? അല്ല, അത് അവർ ഓർക്കേണ്ടത്, നേരത്തെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാനായ TP ശ്രീനിവാസ സാറിന്റെ മുഖത്തടിച്ചതാണ് SFIക്കാരെ കൊണ്ട് CPM നേതൃത്വം. അദ്ദേഹം ചെയ്ത കുറ്റം കേരളത്തിൽ വിദേശ സർവകലാശാലകളെ ക്ഷണിച്ചു എന്ന കുറ്റത്തിനാണ്. ആദ്യം പോയി TP ശ്രീനിവാസ സാറിന്റെ വീട്ടിൽ പോയി CPM നേതൃത്വം മാപ്പ് പറയണം. അതെങ്ങനെ മനസ്സിലായി? ഞങ്ങളാരും ഇതിനെതിരല്ല. പക്ഷെ വിദേശ യൂണിവേഴ്സിറ്റി കേരളത്തിൽ കൊണ്ടുവരാൻ UDF ശ്രമിച്ച കാലത്ത് അതിനെ ഏറ്റവും രൂക്ഷമായി എതിർത്ത മുന്നണിയാണ് LDFും CPMഉം എന്ന കാര്യം മറക്കരുത്. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതല. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന് ചിക്കിലി വേണം. സർക്കാരിൻ്റെ കയ്യിലാണെങ്കിൽ കാശില്ല.
അപ്പോൾ പിന്നെ സ്വകാര്യ മേഖലയല്ലാതെ വേറെ എന്താണ് വഴി? പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാട്ടും പാടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കാശിന് കാശ് തന്നെ വേണം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ ഒരു കുതിപ്പ്, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റുക, വിജ്ഞാന കേരളവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിൽ വിജ്ഞാനത്തെ രൂപപ്പെടുത്തുക എന്നുള്ള പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തെ മാത്രം ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ കേരളത്തിലാകെ ഒരു സർവകലാശാലയില്ലേ മുമ്പുണ്ടായിരുന്നുള്ളൂ, കേരള സർവകലാശാല മാത്രം. പിന്നെ കോഴിക്കോട് സർവകലാശാല വന്നു, പിന്നെ ഏതൊക്കെ സർവകലാശാല വന്നു. ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തോടൊപ്പം തന്നെ ഗവൺമെൻറ് നിയന്ത്രണമുള്ള, അതാണ് വളരെ പ്രധാനം, മറ്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അതില്ല, ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ രൂപപ്പെടണം. പ്രൈവറ്റ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റികൾ ശക്തിപ്പെടണം എന്ന് തന്നെയാണ് കണ്ടത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ എവിടുക്കാ പോകുന്നത്? വിദേശ സർവകലാശാല. ആ വിജിൻ അവിടെ ഉണ്ടോ? ആ വിജിൻ അവിടെ ഉണ്ടോ? എന്റെ ബഹുമാനായ സുഹൃത്ത്, യുവ സുഹൃത്ത് വിജിൻ. ആ വിദേശ സർവകലാശാല ആ മറ്റേ നമ്മുടെ വിദേശ നേതൃത്വത്തില് പോയിട്ട് മുഖത്തടിച്ചത് എന്നിട്ട് നിങ്ങളിപ്പോ വിദേശ സർവകലാശാലക്ക് അതിന് ക്യാമ്പസ്, അതിന് സൗകര്യങ്ങൾ ഒക്കെ ചെയ്യാം. സ്വാശ്രയ കോളേജ് ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? സ്വാശ്രയ മെഡിക്കൽ കോളേജുകളെയോ എഞ്ചിനീയറിംഗ് കോളേജുകളെയോ ഞങ്ങൾ എതിർത്തിട്ടില്ല. എതിർത്തത് എന്തിനെയാണ്? സ്വാശ്രയ അടിസ്ഥാനത്തിൽ തുടങ്ങുമ്പോൾ മെറിറ്റും സാമൂഹ്യ നീതിയും പാലിക്കണം. ഈ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പുറത്തേക്ക് പോകുന്നവരെ ഇവിടെ തന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാക്കുക എന്ന കാഴ്ചപ്പാട് കൂടിയുണ്ട്. അത് സംസ്ഥാനത്തിന് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അന്നത്തെ കാഴ്ചപ്പാട് ഇന്നത്തെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതും സ്വകാര്യ സംരംഭങ്ങൾ സാമൂഹ്യ നിയന്ത്രണത്തോടുകൂടി ആരംഭിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒന്നാമത് ഇങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും കോൺഗ്രസ് വന്നാൽ, ആരെങ്കിലും ലീഗ് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് നിങ്ങൾ പാർട്ടി എത്തിയത്. പണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരുത്തം വരണമെങ്കിൽ ഓൻ ബ്രാഞ്ച്, ലോക്കല്, ഏരിയ, ജില്ല കഴിഞ്ഞിട്ടുണ്ട്. പൊന്നാറ സെക്രട്ടറി, നിങ്ങളെ സെക്രട്ടേറിയറ്റ് അല്ലേ, കേന്ദ്ര കമ്മിറ്റി അല്ലേ, നിങ്ങൾ ആലോചിച്ചിട്ട് എവിടെയാണ് പാർട്ടി? പണ്ട് നിങ്ങൾ ചിഹ്നം കൊടുക്കും. ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പണ്ട് എല്ലാവരും ഭൂമി പരന്നതാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ അതാണോ അവസ്ഥ എന്നാണ് ജയരാജൻ ചിറ്റപ്പൻ ചോദിക്കുന്നത്. സ്വകാര്യ മേഖല വന്ന് ഒന്ന് ശക്തിപ്പെട്ടാലേ കാശില്ലാത്ത സാധാരണ സഹാക്കളുടെ മക്കൾക്കും നല്ല നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാൻ പറ്റും. ഇതിനല്ലേ ഈ സോഷ്യലിസം എന്നൊക്കെ പറയുന്നത്. ഒരു കാലത്ത് ഭൂമി പരന്നതാ, ഉരുണ്ടതല്ലേ അല്ലേ? ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. എന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. ശാസ്ത്രം വളർന്നു, ചിന്ത വളർന്നു, കണ്ടുപിടുത്തം കൂടി, അനുഭവങ്ങൾ വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് പണ്ട് പരന്നതാണ്, പരന്നെടുക്കെ തന്നെ നിൽക്കണോ? ഇന്ന് ഉരുണ്ട് കിടക്കുന്ന, ഇന്ന് അണ്ഡാകൃതിയിലാണ് ഭൂമി. അതിനനുസരിച്ചിട്ടുള്ള വിജ്ഞാനമാണ്. ഇനിയും ശാസ്ത്രം വളരും, ഇനിയും അറിവ് വർദ്ധിക്കും, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകും, പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കാലം മാറ്റം വേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ കേരളം. ഞാൻ യഥാർത്ഥത്തിൽ ഹൈസ്കൂളിൽ പോയതിനു ശേഷം ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഇന്ന് 1ാം ക്ലാസ്സിൽ LKG കുട്ടി ഇംഗ്ലീഷല്ലേ പഠിക്കുന്നത്. നീ ആട്ടുംതോലിട്ടോ ചെന്നാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പിന്നെ മലപ്പുറം ജില്ലയിൽ പൊതുവെ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു അവിടുത്തെ കുട്ടികൾ. എന്താണെന്നറിയും? അത് ബ്രിട്ടീഷ് ഭാഷയാണ്, സാമ്രാജ്യ വിരുദ്ധ മനോഭാവം. അതിനോടുള്ള പ്രതികാരമായിട്ട് മലപ്പുറത്ത് പൊതുവെ മുസ്ലിം ജനസാമാന്യ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു നാടായിരുന്നു അത്. പഴയ മലബാർ കലാപത്തിൻ്റെയൊക്കെ ആ വികാരത്തിൻ്റെ മേലെ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു. അവിടെ നിൽക്കാൻ പറ്റുമോ? ഇന്ന് മാറി എല്ലാവരും വിദ്യാസമ്പന്നരാണ്, എല്ലാവരും പഠിക്കുന്നു. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? കഥകളി. ബാക്കിയുള്ള കളികൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. കഥ, കസേരകളി, കഥകളി, കഥ, കസേരകളി, കഥകളി.
UDF-ൽ മുഖ്യമന്ത്രിയാവാൻ അടിയാണെന്ന് സഭയിൽ കയറി പ്രസംഗിച്ച് ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയതാണ് ശൈലജ ടീച്ചർ. പക്ഷേ ടീച്ചറുടെ PR ഏജൻസിയുടെ പരിപാടി എടുത്തിട്ട് ബ്ലോക്ക് ചെയ്തു VD സതീശൻ. ടീച്ചർ PR ടീമിനെയൊക്കെ വെച്ച് ഒന്ന് ഉഷാറായി പോകുമ്പോഴാണ് കാരണബോധൻ സഖാവ് കയറി വെട്ടി ഒരു മൂലയ്ക്ക് ഇരുത്തിയത്. അതേ അവസ്ഥ തന്നെയായി പോയി സഭയിലും. നിങ്ങൾക്ക് വേറൊരു ചിന്തയുമില്ല. ഈ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പോ വളർച്ചയോ കേന്ദ്രത്തിന്റെ ഉപദ്രവമോ ഒന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭരണം കിട്ടിയിട്ട് മുഖ്യമന്ത്രിയാവണം. ഭരണം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങളുടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവുമില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ നിങ്ങൾ എങ്ങനെ ഭരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണ്ടേ? എന്തൊരു പാർട്ടിയാണിത്? ഞങ്ങളെല്ലാം കുറച്ച് പുറത്തുള്ള ആളുകൾ, കുറെ നെറേറ്റീവ്, കുറെ മീഡിയ കൂടി, ഞങ്ങളൊന്നും തമ്മിലൊരു തർക്കമില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ടാണ് പോകുന്നത്. മുതലും പലിശ ചേർത്ത് കിട്ടി. എത്ര ആളുകളാ മുഖ്യമന്ത്രിയാവാൻ? ഞങ്ങൾ അങ്ങനെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്നതല്ല. പക്ഷേ കോൺഗ്രസ് പോലെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്കകത്ത് ഉണ്ടാകാവുന്ന അപജയമാണോ അത്? മുഖ്യമന്ത്രിയൊക്കെ പിന്നെയല്ലേ. ഇവിടെ നിങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പറയരുതോ? ഒരാൾ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല മുഖ്യമന്ത്രിയാവാൻ. കേട്ടില്ല, അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ നിങ്ങൾ എത്രമാത്രം നശിച്ചു പോയിരിക്കുന്നു. പിന്നെ ഷൈല ടീച്ചർക്ക് വലിയ വിഷമം ഉണ്ടാവും. കാരണം എന്താ അറിയോ, ഷൈല ടീച്ചർ ഒരു PR ഏജൻസിക്ക് വെച്ച് മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയത് കൊണ്ടാണ് ട്രഷറി ബെഞ്ചിൽ ഇരിക്കേണ്ടിയിരുന്ന അവരിപ്പോൾ ആ ബെഞ്ചിൽ ഇരിക്കണം. അതിന് ഞങ്ങളെ മീതെ കയറരുത് ദേവി. ഒന്ന് നിർത്തുവോ? മനസ്സമാധാനം തരുമോ? നിർത്തൂലടാ, അമ്മാരി ഷോയിലെ കുറച്ചാളായിട്ട് നീ അവിടെ കിടന്ന് കാണിച്ചു കിട്ടിയത്. അപ്പോഴാണ് മുസ്ലിം ലീഗിന് തോന്നിയത്, എന്നാ പിന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായാലും എന്താ കുഴപ്പം? ഒരു കുഴപ്പം. നിങ്ങൾക്ക് 5-6 ആളുകൾക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കാനാണെങ്കിൽ ലീഗുകാർക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ കുഴപ്പം? പക്ഷേ ഞങ്ങൾ ഇതൊന്നും അല്ല കാണുന്നത്. നിങ്ങളില്ല ബാർബർ ഷാപ്പിലെ കല്ല് പോലെ തേഞ്ഞ് പോണ ഒരു പാർട്ടിയായിട്ട് CPM മാറിയിരിക്കണം. ഞാൻ മനസ്സിലാക്കാത്തത് കൊടുത്ത കൊല്ലത്തും കിട്ടും. സഭ സമ്മേളിക്കാൻ തുടങ്ങിയാൽ പിന്നെ MLA-മാരൊക്കെ ഹാപ്പിയാണ്. അല്ലെങ്കിൽ മണ്ഡലത്തിൽ ഫുൾ ഓട്ടവും ഉദ്ഘാടന പരിപാടികളും ഒക്കെ ആയിരിക്കും. സമ്മേളനം തുടങ്ങിയാൽ പിന്നെ ചെറിയൊരു ആശ്വാസമുണ്ട്. ചെറുതായിട്ടെങ്കിലും ഒന്ന് മയങ്ങാമല്ലോ. ദാ ഇതേപോലെ. ഈ ആഴ്ചയിലെ കഥകളി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വ്യാഴാഴ്ച രാത്രി 9:00 കാണാം. നമസ്തേ. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. ഇടിച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. ആട്ടവിളക്കില്ല, ആട്ടും തുപ്പും മാത്രം. തിരശീലയില്ല, ശീലങ്ങളേ ഇല്ല. ഒറ്റ ഭാവം, അഹംഭാവം. ഭീഷണി, അധികാരം, ധിക്കാരം. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. ഇടിച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. കെട്ടുകഥ, കസേരകളി, കഥകളി.